നമസ്കാരം. ദൈവതുല്യത തന്നെയാണ് കുട്ടികൾ. അതിനാൽ തന്നെ കുട്ടികളുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതും അവരെ ഉപദ്രവിക്കുന്നതും അതീവ ദോഷകരമായ ഒരു കാര്യമാകുന്നു. കുട്ടികളുമായി ബന്ധപ്പെട്ട് ജ്യോതിഷപരമായി നോക്കുമ്പോൾ ചില നക്ഷത്രക്കാരായ കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇരട്ടി സൗഭാഗ്യം നൽകും എന്നാണ് പറയുക. ഈ പറഞ്ഞതിന്റെ അർത്ഥം മറ്റു നക്ഷത്രക്കാരായ കുട്ടികൾ ഭാഗ്യം നൽകില്ല എന്നല്ല. മറ്റു നക്ഷത്രക്കാരെ അപേക്ഷിച്ച് അല്പം ഭാഗ്യക്കൂടുതൽ അല്ലെങ്കിൽ ഉയർച്ച നൽകുവാൻ ഇവർക്ക് സാധിക്കും എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ മറ്റു നക്ഷത്രക്കാരായ കുട്ടികളുടെ ജാതകപ്രകാരം ഇതിലും വലിയ സൗഭാഗ്യങ്ങൾ മാതാപിതാക്കൾക്ക് നൽകുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ പൊതുഫല പ്രകാരം നോക്കുമ്പോൾ ഈ നക്ഷത്രക്കാരായ കുട്ടികളുടെ ജനനശേഷം മാതാപിതാക്കൾക്ക് ജോലി ലഭിക്കുക, വീട്, വാഹനം, സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുക, ബിസിനസ് പരമായ ഉയർച്ചയോ ബിസിനസ് ആരംഭിക്കുകയോ തന്മൂലം ബിസിനസ്സിൽ വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുകയോ ചെയ്യാം. കടബാധ്യതകളുണ്ട് എങ്കിൽ അത്തരം കടബാധ്യതകൾ പോലും ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത്രമേൽ സൗഭാഗ്യം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ ജാതക പ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരാം എന്ന കാര്യവും ഓർക്കുക. മാതാപിതാക്കൾക്ക് അധികമായി ഭാഗ്യം നൽകുന്ന ആ നക്ഷത്രക്കാർ അശ്വതി, കാർത്തിക, രോഹിണി, മകീരം, പുണർദം, ആയില്യം, മകം, ഉത്രം, അത്തം, വിശാഖം, ചോതി, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്ന 15 നക്ഷത്രക്കാർക്കാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലായും നൽകുവാൻ സാധിക്കുക. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക.